ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ശ്രിഷ. നിങ്ങൾ കാണുന്നത് മിനി നോട്ട്സ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നൂറുകണക്കിന് മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾ വരെ നീളമുള്ള ഈ ട്യൂബ് പോലുള്ള ജീവികൾ ഒരുതരം കടൽ ജീവിയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്നാൽ കടലിലെ അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന പ്രദേശങ്ങൾ അല്പം വിചിത്രമാണ്. എന്നാൽ അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന പ്രദേശങ്ങൾ കടലിലെ പ്രദേശങ്ങളാണ്. അവിടെ താപനില 300 ഡിഗ്രി മുതൽ 400 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതാണ്. അതായത് കടൽ എങ്ങനെ 300 ഡിഗ്രി മുതൽ 400 ഡിഗ്രി സെൽഷ്യസ് വരെ ആകും? നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടെങ്കിൽ ലോകമെമ്പാടും അത്തരം പ്രദേശങ്ങൾ നിലനിൽക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശങ്ങളിൽ പോലും അവ പല സ്ഥലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെയാണ് അവർ ഹൈഡ്രോ തെർമൽ വെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കടൽ തണുപ്പുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും ഉയർന്ന താപനില ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും. ഈ ട്യൂബ് വേമുകളെ പോലുള്ള നിരവധി ജീവികൾ വളരെ ചൂടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ട്യൂബ് വേമിനെ എടുത്താൽ അതിന് വായോ വയറോ ഇല്ല. എന്നിരുന്നാലും മറ്റൊരു വിധത്തിൽ ഇത് വളരെ വലുതായി വളരുന്നു. 10 അടി ഉയരം വരെ തുടർച്ചയായി ധാരാളം ഭക്ഷണം കഴിക്കുന്നു. ഇത്രയധികം വളരാൻ എങ്ങനെ കഴിയും? ഇത് മാത്രമല്ല, ലോകത്തിലെ ആദ്യത്തെ ജീവൻ ഈ ഹൈഡ്രോ തെർമൽ വെന്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കാമെന്ന് ഗവേഷകർ പറയുന്നു. പലരും ഇതിനോട് യോജിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ജീവൻ ഇത്രയും ചൂടുള്ള സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർക്ക് എങ്ങനെ പറയാൻ കഴിയും? സമുദ്രം ഇതിനകം തന്നെ വളരെ അത്ഭുതകരമായ ഒരു സ്ഥലമാണ്. സമുദ്രത്തിനടിയിൽ തുടർച്ചയായി ഇത്രയും ഉയർന്ന താപനില സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ ഹൈഡ്രോ തെർമൽ വെന്റിനെ കുറിച്ച് നിരവധി അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. ലോകമെമ്പാടും ഇതുവരെ 500-ലധികം ഹൈഡ്രോ തെർമൽ വെന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമുദ്രത്തിന്റെ ആഴമേറിയ ഭാഗങ്ങൾ പഠിക്കുന്നതിനായി എല്ലാ ദിവസവും കൂടുതൽ ഹൈഡ്രോ തെർമൽ വെന്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 1950കളിലും 60കളിലും ആ കാലഘട്ടം നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വസ്തു നിലവിലുണ്ടെന്ന് ഗവേഷകർക്ക് അത്തരമൊരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ ക്രമേണ സമുദ്രത്തെക്കുറിച്ച് പഠിക്കുകയും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉയർന്ന താപനില നൽകാൻ കഴിയുന്ന ഒരുതരം ഘടനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആർക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയത്ത് 1977-ൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിനടുത്തായി ഗാലപ്പഗോസ് ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ദ്വീപുകളുണ്ടായിരുന്നു. ആ ദ്വീപിനടിയിൽ ഗാലപ്പഗോസ് റിഫ്റ്റ് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവർ പോയി അത് പഠിക്കാമെന്ന് പറഞ്ഞു. അവരത് പഠിച്ചു. അവരത് പഠിച്ചപ്പോൾ അവരിൽ നിന്നുള്ള എല്ലാ താപനില സെൻസറുകളും അവിടെ ഉയർന്ന താപനില ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സമുദ്രം നിങ്ങൾക്ക് കൂടുതൽ തണുത്ത സ്ഥലമാണ്. എന്നാൽ ഈ താപനില സെൻസറുകൾ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ താപനില ഉയർന്നതാണെന്ന് കാണിക്കുന്നു. അപ്പോഴാണ് ഗവേഷകർ ചിന്തിച്ചത്, ഒരുപക്ഷെ ഇത് ഞങ്ങൾ കരുതിയതായിരിക്കാം. തുടർന്ന് അവർ ആൽവിൻ പോലുള്ള ഒരു അന്തർവാഹിനി എടുത്തു പോയി പരിശോധിച്ചു. അവരത് നോക്കിയപ്പോൾ മാത്രമാണ് അവർ കരുതിയതുപോലെ ഉയർന്ന താപനില പുറപ്പെടുവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഒരു ഘടനയുണ്ടെന്ന് അവർ കണ്ടെത്തി. ഈ വസ്തു വെളിച്ചത്ത് വന്നയുടനെ ഈ സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്ന പലരും ഈ വസ്തു തുടർന്നും പഠിച്ചു. അവരത് പഠിക്കുമ്പോൾ ഈ ഉയർന്ന താപനില ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ ഉയർന്ന താപനില സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിരവധി ജീവജാലങ്ങൾ വസിക്കുന്നുണ്ടെന്നും അവർ കണ്ടെത്തി. ഇനി ഈ ഉയർന്ന താപനില ജീവൻ നിലനിർത്താൻ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കുന്നതിന് മുൻപ് ആദ്യം ഈ ഹൈഡ്രോ തെർമൽ വെന്റുകൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് നോക്കാം. ഈ ഹൈഡ്രോ തെർമൽ വെന്റുകൾ രൂപം കൊള്ളുന്നതിന്റെ പ്രധാന കാരണം ടെക്ടോണിക് പ്ലേറ്റുകൾ, അതായത് കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ. ഇത് നമുക്ക് നന്നായി അറിയാം. പല സ്ഥലങ്ങളിലും ഈ കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ പരസ്പരം നീങ്ങുന്നു. ചില സ്ഥലങ്ങളിൽ അവ പരസ്പരം അകന്നു പോകുന്നു. അവയ്ക്ക് അകന്നു പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഹൈഡ്രോ തെർമൽ വെന്റുകൾ രൂപം കൊള്ളുന്നുള്ളൂ. ഇപ്പോൾ ആ 2 പ്ലേറ്റുകൾ അകന്നു പോകുമ്പോൾ പുറംതോടിലും താഴെയുള്ള മാന്റിലിലുമുള്ള മാഗ്മ ക്രമേണ ഉയർന്നു വരാൻ തുടങ്ങും. ഒരു അഗ്നിപർവ്വതം പോലെ അത് ഒറ്റയടിക്ക് പുറത്തു വരുന്നില്ലെങ്കിലും അത് കരയോടടുത്ത് പുറത്തുവരും. ഇപ്പോൾ സമുദ്രനിരപ്പിന്റെ കാര്യത്തിൽ അത് മുകൾ ഭാഗങ്ങളിൽ പുറത്തുവരും. നിങ്ങൾ കാണും, ധാരാളം ദ്വാരങ്ങൾ ഉള്ളതിനാൽ കടൽ വെള്ളത്തിന് ആ ദ്വാരങ്ങളിലൂടെ എളുപ്പത്തിൽ അകത്ത് കയറി മാഗ്മയുമായി കലരാം. മാഗ്മ വളരെ ഉയർന്ന താപനിലയിലാണ്. പിന്നെ കടൽ വെള്ളം അതിൽ കലർന്ന് വീണ്ടും പുറത്തു വരുമ്പോൾ ആ വെള്ളം വളരെ ചൂടുവെള്ളമായി പുറത്തു വരുന്നു. ഇതുമാത്രമല്ല, മാഗ്മയുടെ കാര്യത്തിലും അതിൽ ധാരാളം ധാതുക്കളുണ്ട്. ഇരുമ്പ് സൾഫൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ബേരിയം, സിലിക്കൺ, കാൽസ്യം തുടങ്ങി നിരവധി ധാതുക്കളുണ്ട്. ആ ധാതുക്കളെല്ലാം ചേർന്ന് ഈ വെള്ളത്തെ ചൂടാക്കുന്നു. അത് പുറത്തുവരുന്നു മാത്രമല്ല, ഇത്രയധികം ധാതുക്കളുമായി പുറത്തുവരുന്നു. ഈ രാസവസ്തുക്കളെല്ലാം പുറത്തു വരുമ്പോൾ അത് ക്രമേണ ഉപരിതലത്തിൽ സ്ഥിരതാമസമാക്കും. അത് സ്ഥിരതാമസമാക്കുമ്പോൾ ആ പ്രദേശങ്ങളിൽ ഒരു ചിമ്മിനി പോലുള്ള ഘടന രൂപം കൊണ്ടുകൊണ്ടിരിക്കും. ഇതുവരെ അവർ വളരെ ആഴത്തിൽ ഒരു ഹൈഡ്രോ തെർമൽ വെന്റ് കണ്ടെത്തി. അതുകൊണ്ട് അവർ അത് കരീബിയൻ സമുദ്രത്തിൽ കണ്ടെത്തി. അത് 5000 അടി ആഴത്തിലാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് പുറത്തുവരാൻ കഴിയുന്ന വെള്ളത്തിന്റെ താപനില നോക്കിയാൽ അത് 450 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് തോന്നും. ഈ ഹൈഡ്രോ തെർമൽ വെന്റ് 2010-ൽ കണ്ടെത്തി. ഈ ഹൈഡ്രോ തെർമൽ വെന്റ് ഒരു ചിമ്മിനി പോലെ രൂപം കൊള്ളുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുല്ലേ. അതിൽ നിന്ന് എത്ര രാസവസ്തുക്കൾ തുടർച്ചയായി പുറത്തുവരുന്നുവോ അതിനനുസരിച്ച് ആ
ആ ചിമ്മിനിയുടെ ഉയരവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈഡ്രോ തെർമൽ വെന്റ് ചിമ്മിനി ലോസ്റ്റ് സിറ്റി ഹൈഡ്രോ തെർമൽ വെന്റാണ്. 55 മീറ്റർ ഉയരമുണ്ടെന്ന് അവർ പറയുന്നു. ഇത് വളരെ വലുതാണ്. ഇപ്പോൾ അവർ ഈ ലോസ്റ്റ് സിറ്റി ഹൈഡ്രോ തെർമൽ വെന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഹൈഡ്രോ തെർമൽ വെന്റിലാണ് ആദ്യ ജീവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കാമെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു. ഇവിടെ ആദ്യ ജീവൻ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കാം? ഇത് നോക്കുന്നതിന് മുൻപ് ഈ പ്രദേശങ്ങളിൽ ജീവികൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ കടലിന്റെ അടിയിലേക്ക് പോകുന്തോറും കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നുവെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു മർദ്ദമുണ്ട്. ഇതിനെ അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ കടലിലേക്ക് 7-10 മീറ്റർ പോകുമ്പോഴും ഈ അന്തരീക്ഷ മർദ്ദം ഇരട്ടിയാകും. ഉദാഹരണത്തിന് അവർ 5000 മീറ്റർ ആഴത്തിൽ ഒരു ഹൈഡ്രോ തെർമൽ വെന്റ് കണ്ടെത്തി. അവിടെയുള്ള മർദ്ദം നോക്കിയാൽ നമ്മെ പിടിച്ചു നിർത്താൻ കഴിയുന്ന മർദ്ദത്തെ 500 മടങ്ങ് കൂടുതലാണ്. എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മർദ്ദം എവിടെയാണ്? നമ്മൾ സാധാരണക്കാരാണ്. നമ്മുടെ ശരീരങ്ങൾ നമ്മെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സമ്മർദ്ദത്തെ നേരിടാൻ പരിണമിച്ചിട്ടുണ്ട്. അതുപോലെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കാൻ കഴിയുന്ന ജീവികൾക്ക് അവയെ അടിച്ചമർത്താൻ എത്ര മർദ്ദമുണ്ടാകും? അതിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ശരീരം ക്രമേണ വന്നു വികസിക്കും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ഈ ഹൈഡ്രോ തെർമൽ വെന്റിൽ മർദ്ദം വർദ്ധിക്കുക മാത്രമല്ല, അവിടുത്തെ വെള്ളത്തിന്റെ താപനിലയും വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവികൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്നത് ഹൈഡ്രോ തെർമൽ വെന്റിന് തൊട്ടടുത്തായി താപനില വളരെ ഉയർന്നതായിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് മാറുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു തുടങ്ങും. ആ സമയത്ത് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന എല്ലാ ജീവികളും ഈ ഹൈഡ്രോ തെർമൽ വെന്റിനോട് വളരെ അടുത്തല്ല, മറിച്ച് അല്പം അകലെയുള്ള പ്രദേശങ്ങളിൽ, അതായത് താപനില ഉയർന്ന പ്രദേശങ്ങളിൽ അവ വസിക്കില്ല. അതേസമയം സമുദ്രത്തിന്റെ താപനില വളരെ കുറവാണ്, പക്ഷെ അവിടെയും വസിക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ സംസാരിച്ച ഈ ട്യൂബ് വേമിനെ കുറിച്ച് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു. നമ്മളത് എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. പക്ഷേ 80 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയെ അതിന് എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് നമ്മൾ നോക്കിയാൽ അതുകൊണ്ടാണ് അതിന്റെ തൊലിക്ക് പുറമേയുള്ള ഘടനയിൽ ധാരാളം കൈറ്റിനുള്ളത്. ഇപ്പോൾ പൊതുവെ ഒരു പുറന്തോടുണ്ടാകാൻ കഴിയുന്ന ജീവികൾക്ക് ഈ ഞണ്ട് ഒരു പുറന്തോടുണ്ടാകാൻ കഴിയുന്ന ജീവിയാണ്. ആ ഞണ്ടിന്റെ പുറന്തോട് കടുപ്പമുള്ളതാണെങ്കിലും ഈ ട്യൂബ് വേമുകളുടെ പുറന്തോടും അത്രയ്ക്ക് കഠിനമാണ്. അതിനാൽ അതിന് സാധ്യമായ ഏറ്റവും ഉയർന്ന മർദ്ദത്തെ പോലും നേരിടാൻ കഴിയും. ഉയർന്ന താപനിലയെ നേരിടാനും അതിനനുയോജ്യമായ രീതിയിൽ ജീവിക്കാനും കഴിയും. ശരി, അതിന് താപനിലയെ നേരിടാൻ കഴിയും. പക്ഷെ അതിന് വായയോ വയറോ ഇല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു ജീവിക്ക് വായയോ വയറോ ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഈ ജീവി കണ്ടെത്തിയ കാലം മുതൽ ശാസ്ത്രജ്ഞരുടെ മനസ്സിൽ ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അതിനെ പുറത്തെടുത്ത് പഠിക്കുന്നത്. അവർ അത് പഠിക്കുമ്പോൾ അതിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് ട്രോഫോസോയിറ്റ് എന്ന ഘടനയുണ്ടെന്ന് അവർ കണ്ടെത്തുന്നു. ആ സിസ്റ്റത്തിൽ ദശലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കളുണ്ട്. ബാക്ടീരിയൽ കോശത്തിൽ ധാരാളം സൂക്ഷ്മാണുക്കളുണ്ടെന്ന് അവർ കണ്ടെത്തുന്നു. ഇപ്പോൾ ഈ സൂക്ഷ്മാണുക്കൾ അവരുടെ ജീവിതത്തിനായി ചെയ്യുന്നത് ഈ ഹൈഡ്രോ തെർമൽ വെന്റിൽ നിന്ന് ധാരാളം ധാതുക്കൾ ലഭിക്കുക മാത്രമല്ല, ഈ ബാക്ടീരിയകൾ ആ ധാതുക്കളെല്ലാം അവയുടെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുകയും അതിനുള്ളിൽ ധാരാളം രാസപ്രക്രിയകൾ നടക്കുകയും ചെയ്യുന്നു എന്നതാണ്. ആ രാസപ്രക്രിയയുടെ ഫലമായി അവ ധാരാളം ഊർജം പുറപ്പെടുവിക്കുന്നു. ആ ഊർജം സ്വീകരിച്ചാണ് ഈ ബാക്ടീരിയകൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കീമോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. സാധാരണയായി ഇതിനെ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നു. അതായത് എല്ലാ സസ്യങ്ങളും സൂര്യപ്രകാശം സ്വീകരിച്ച് ആവശ്യമായ എല്ലാ ഊർജവും ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ഈ ബാക്ടീരിയകൾക്ക് സൂര്യപ്രകാശം കൂടാതെ തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ബാക്ടീരിയകൾ അത് ഉൽപ്പാദിപ്പിക്കുകയും ആ ഊർജം മുഴുവൻ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഊർജം ശേഷിക്കും. അതുപോലെ അവശേഷിക്കുന്ന എല്ലാ ധാതുക്കളും അവിടെയുണ്ട്. അത് അതിന്റെ ശരീരത്തിൽ നിന്ന് എല്ലാം പുറത്തുവിടുന്നു. ഇപ്പോൾ പുറത്തുവിടുന്ന എല്ലാ രാസവസ്തുക്കളും ഊർജവും ഈ ട്യൂബ് വേമിന്റെ ശരീരത്തിലേക്ക് പോകുന്നു. അത് ക്രമേണ വളരാൻ തുടങ്ങുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ട്യൂബ് വേമുകൾ ഭക്ഷണം നേരിട്ട് കഴിക്കുന്നില്ല, മറിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളെ അവരുടെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ട്യൂബ് വേമുകൾ അവ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണമെടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ബാക്ടീരിയകളെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ട്യൂബ് വേമുകളുടെ പുറംതൊലിയിൽ ധാരാളം ദ്വാരങ്ങളുണ്ട്. അതിനാൽ ഈ ബാക്ടീരിയകൾ ഈ ട്യൂബ് വേമിന്റെ ശരീരത്തിൽ അത് ചെറുതായിരിക്കുമ്പോൾ തന്നെ പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് വസിക്കുന്ന നിരവധി ജീവികൾ വന്ന് അവയെ പിടിച്ചെടുക്കുന്നു. ഇതിങ്ങനെയാണ്. നിരവധി തരം ചിപ്പികളുണ്ട്, ചെമ്മീനുകളുണ്ട്. കൂടാതെ ചില ഇനം നീരാളികൾ ഈ ആഴത്തിൽ വന്ന് ജീവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള നിരവധി ജീവികളുണ്ട്. ഈ ജീവികളെല്ലാം ഈ ബാക്ടീരിയയെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്ന ശീലമുള്ളവരാണ്. നമ്മൾ അങ്ങനെ എടുത്താൽ ആ ബാക്ടീരിയ ഈ ജീവിക്ക് ആവശ്യമായ ഭക്ഷണം നൽകും. ഇപ്പോൾ ഈ ട്യൂബ് വേമുകൾ, ആ ഞണ്ടുകൾ, ആ ചെമ്മീൻ ഞാൻ പറഞ്ഞു, അവയെല്ലാം തങ്ങളെക്കാൾ ചെറുതായ മറ്റ് ജീവികളെ കഴിക്കുന്ന ശീലമുള്ളവയാണ്. ഉദാഹരണത്തിന് ആ ഞണ്ടുകൾ ഈ ട്യൂബ് വേമുകളെയെല്ലാം തിന്നുന്നു. അപ്പോൾ അവയ്ക്ക് ആവശ്യമായ ഭക്ഷണമുണ്ട്.
ഇപ്പോൾ ഈ ഹൈഡ്രോതെർമൽ വെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടെത്തിയതാണ്. കാരണം നമ്മൾ ഇത് കണ്ടെത്തിയത് 77-ൽ മാത്രമാണ്. ഇപ്പോൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പഠനങ്ങളുടെ ഫലമായി നമ്മൾ ഈ ഹൈഡ്രോതെർമൽ വെന്റിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുന്നത് തുടരും. ശരി, ഇത് മാറ്റിവെക്കാം. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ ജീവൻ ഈ ഹൈഡ്രോതെർമൽ വെന്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കാമെന്നാണ് അവർ പറയുന്നത്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് നോക്കാം. സാധാരണയായി ഈ ഹൈഡ്രോതെർമൽ വെന്റുകളെ 3 തരത്തിൽ തിരിച്ചിരിക്കുന്നു. ഒന്ന് കറുത്ത സ്മോക്കർ ഹൈഡ്രോതെർമൽ വെന്റുകൾ, മറ്റൊന്ന് വെളുത്ത സ്മോക്കർ ഹൈഡ്രോതെർമൽ വെന്റുകൾ, മറ്റൊന്ന് വന്ന് രണ്ടും കൂടാതെ ഒരു പൊതുസ്ഥലത്ത് കാണപ്പെടുന്ന പുക പുറത്തുവിടുന്നു. ഇവിടെ നിന്ന് നമ്മുടെ കറുത്ത സ്മോക്കർമാരെ എടുത്താൽ അതാണ് നമുക്കുള്ളത് ഉയർന്ന താപനില. അതായത് താപനില 300, 400, 450 ഡിഗ്രി സെൽഷ്യസ് വരെ ആണെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഇവയെല്ലാം കറുത്ത സ്മോക്കർ ഹൈഡ്രോതെർമൽ വെന്റുകളാണ്. ഇവിടെ നിന്ന് ധാരാളം സൾഫേറ്റ് അയോണുകൾ പുറത്തുവരുന്നു. അതുകൊണ്ടാണ് ഇത് ഈ കറുത്ത പുക പുറത്തുവിടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വെളുത്ത സ്മോക്കർമാരെ എടുത്താൽ അവയിൽ നിന്ന് വരുന്ന കാൽസ്യം, ബേരിയം പോലുള്ള രാസവസ്തുക്കൾ വളരെ കറുത്തതല്ല, മറിച്ച് ഒരു തരം വെളുത്ത പുകയാണ്. ഈ വെളുത്ത സ്മോക്കർ ഹൈഡ്രോതെർമൽ വെന്റിൽ ജീവൻ ഉത്ഭവിച്ചിരിക്കാമെന്ന് അവർ പറയുന്നു. കാരണം ഈ വെളുത്ത സ്മോക്കർ ഹൈഡ്രോതെർമൽ വെന്റിന്റെ താഴെ ഒരു ഒലിവൈനുണ്ട്. ധാരാളം ധാതുക്കളുണ്ടെന്ന് അവർ കണ്ടെത്തി. എല്ലാ വെളുത്ത സ്മോക്ക് സിരകളിലും ഇതില്ലെങ്കിലും മിക്ക വെളുത്ത സ്മോക്ക് സിരകളിലും ഈ ഒലിവിൻ ധാതുവുണ്ട്. ഇപ്പോൾ ഈ ധാതു കാരണം ഈ വെളുത്ത സ്മോക്ക് സിരയിൽ സർപെന്റിനൈസേഷൻ എന്ന പ്രക്രിയ നടക്കുന്നു. ഇതിന്റെ അർത്ഥം കടൽ വെള്ളം ഈ ഒലിവിനുമായി കലരുമ്പോൾ അത് മാഗ്നറ്റൈറ്റ് പോലുള്ള ഒരു ധാതുവായി മാറുന്നു എന്നതാണ്. മാത്രമല്ല ഇത് ധാരാളം ഹൈഡ്രജൻ വാതകം, ഹൈഡ്രോ കാർബണുകൾ, മീഥെയ്ൻ, മറ്റു പല രാസവസ്തുക്കളും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല സമുദ്രജലത്തിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളതിനാൽ ഈ രാസപ്രക്രിയ കൂടുതൽ നടക്കുകയും ആ പ്രക്രിയയുടെ ഊർജ്ജത്തിനായി അത് കാർബൺ ഡയോക്സൈഡിന്റെ ധാരാളം എടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ആ വെളുത്ത സ്മോക്ക് ഹൈഡ്രോതെർമൽ വെന്റുകളാൽ രൂപം കൊള്ളുന്ന ആ കടൽ വെള്ളം വളരെ ക്ഷാരമാണ്, അതായത് ആൽക്കലൈനാണ്. എന്നാൽ നമ്മുടെ കറുത്ത സ്മോക്ക് സിരയെ എടുത്താൽ നമുക്ക് കാണാൻ കഴിയും അത് വളരെ അസിഡിക് ആണെന്ന്. ആ കടൽ വെള്ളം വളരെ അസിഡിക് അല്ല, മറിച്ച് ക്ഷാരമാണ്. അവിടെ താപനില നിലനിർത്താൻ ധാരാളം അവസരങ്ങളുണ്ട്. വളരെ താഴ്ന്നതോ ഉയർന്നതോ അല്ല, പക്ഷെ ഏകദേശം 200-250. ഇത് വളരെ പ്രധാനമാണ്. കാർബൺ, സൾഫർ, അയോണുകൾ, ഹൈഡ്രജൻ, ഈ 4 ധാതുക്കളും വളരെ ഉയർന്നതാണ്. ആ സ്ഥലത്ത് ധാരാളം ധാതുക്കളുണ്ട്. ഈ മൂന്നിന്റെയും സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ ജീവൻ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയെന്ന് അവർ പറയുന്നു. കാരണം പൊതുവെ ഒരു കോശത്തിന് രൂപപ്പെടാൻ നിരവധി കാര്യങ്ങൾ ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ന്യൂക്ലിയോടൈഡുകൾ, ഫാറ്റി ആസിഡുകൾ, അമിനോ ആസിഡുകൾ എന്നിവയാണ്. ഈ 3 വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ മൂന്നിന്റെയും രൂപീകരണത്തിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 3 കാര്യങ്ങൾ ശരിയായി ക്രമീകരിക്കുന്നുവെങ്കിൽ അത് ഈ കോശത്തിന്റെ രൂപീകരണത്തിന് ശരിയായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ പ്രവചനം നടത്തുന്നത്. മൈക്രോബാസിലുകൾ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നു. ഇത് ഈ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നു. ആ മൈക്രോബാസിലുകളുടെ ആയുസ് ചെക്ക് ചെയ്യുമ്പോൾ അവ 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരിക്കാമെന്ന് തോന്നുന്നു. ആ മൈക്രോബാസിലുകൾ അക്കാലത്ത് നിലനിന്നിരുന്ന ഹൈഡ്രോതെർമൽ സിരകൾ പോലുള്ള ഘടനകളിൽ കാണപ്പെടുന്നു. ഇനി ഭൂമി അന്ന് എങ്ങനെയായിരുന്നുവെന്നും അതിന്റെ ഉപരിതലം എങ്ങനെയായിരുന്നുവെന്നും പരിശോധിച്ചാൽ ഇതുവരെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഭൂമി അന്ന് വളരെ ഉയർന്ന താപനിലയിലായിരുന്നു. ആ സമയത്ത് അവിടെ ജീവൻ പരിണമിച്ചിരിക്കാനോ അതിനനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടായിരിക്കാനും സാധ്യതയില്ല. അതായത് കടലിനടിയിലെ താപനില കുറഞ്ഞിരിക്കും. ആ സമയത്ത് അവിടെ നിലനിന്നിരിക്കാൻ സാധ്യതയുള്ള രാസഘടന, അവിടെ നിലനിൽക്കാൻ സാധ്യതയുള്ള പരിസ്ഥിതി, അതേസമയം ഈ ഫോസിലുകൾ നോക്കുമ്പോൾ ആ സമയത്ത് ഹൈഡ്രോതെർമൽ ദ്വാരങ്ങളിൽ ജീവൻ പരിണമിച്ചിരിക്കാം. അതും ആ ജലവൈദ്യുത ദ്വാരങ്ങളുടെ പുറം ഭാഗത്ത് അത് രൂപം കൊണ്ടിരിക്കാം എന്നാണ് റിസർച്ചേഴ്സ് പ്രവചിക്കുന്നത്. ഇതുപോലുള്ള പല റിസർച്ചേഴ്സും ഈ വിഷയത്തിൽ യോജിക്കുന്നു. ഈ ഹൈഡ്രോതെർമൽ വെന്റുകളെ കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പഠനങ്ങൾ തുടരുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് സംഭവിച്ചതെന്ന് 100% ഉറപ്പോടെ പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ പോയി അത് കണ്ട് റെക്കോർഡ് ചെയ്താൽ ഇതാണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ലെങ്കിൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്കുള്ള ഒരേ ഒരു അവസരം, പല റിസർച്ചേഴ്സും നിരവധി സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏത് സിദ്ധാന്തത്തിലാണ് കൂടുതൽ തെളിവുള്ളത് പലരും അതിനെ സമർത്ഥിക്കുന്നു. ഇതെല്ലാം പരിശോധിച്ചാൽ മാത്രമേ ജീവൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കാമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. മതത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓരോ മതവിശ്വാസിയും ഇതുപോലെ പലതും പറയും. അവരുടെ മതത്തിന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവൻ ഇങ്ങനെയാണ് ഉയർന്നു വന്നിരിക്കാമെന്ന്. മതവിശ്വാസങ്ങൾ ഇങ്ങനെയാണ്. ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ വസ്തുതാധിഷ്ഠിതമായ ഒരു സിദ്ധാന്തവും ഉണ്ട്. അതാണ് കാര്യം.
ഈ വീഡിയോയിൽ ജീവൻ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കാം, ആ സിദ്ധാന്തം നമ്മൾ നോക്കിയതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു. ഏതെങ്കിലും ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള രസകരമായ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും.